ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അളിയൻസ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നോക്കാം ഇവിടുത്തെ ഫുഡൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. എന്താണ് രാജേഷേ, എന്താണ് അടിക്ക് പൊറോട്ട ഒക്കെ അടിച്ച് റെഡിയാക്കാം. മിണ്ടണ്ട. നമ്മളെ രാജേഷിൻ്റെ അടിപൊളി പൊറോട്ട അടിയാണ്. ശർക്കര കാപ്പിയൊക്കെ വേണം കേട്ടോ ഇന്ന് രാജേഷേ. അപ്പോൾ നമുക്കൊരു ശർക്കര കാപ്പി അടിക്കണം കേട്ടാ. உளுந்தோட ஒரு முட்டைக்கறி. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കുന്നവരുടെ അടുത്ത് ചോദിച്ചു നോക്കാം എങ്ങനെയാണ് ഇവിടുത്തെ ഫുഡൊക്കെ എന്ന്. ഹായ് ബ്രോ, എന്താണ് സുഖമാണോ? എങ്ങനെയുണ്ട് ഫുഡൊക്കെ? അടിപൊളിയാണോ? ആഹാ, ബീഫും പൊറോട്ടയൊക്കെ ഉണ്ടല്ലോ, സൂപ്പറാണോ? ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിക്കാറുണ്ടോ? എങ്ങനെയുണ്ട് ഫുഡ്? അടിപൊളിയാണോ? അപ്പോൾ രാജേഷ് ദോശ ഒഴിക്കുകയാണ് കേട്ടോ. ദോശയൊക്കെ റെഡിയായി കേട്ടാ, അടിപൊളിയല്ലേ? ഹലോ ആദിത്യ, എങ്ങനെയുണ്ട് ഫുഡ്? കൊള്ളാവോ? ആഹാ, പൊറോട്ടയും ചിക്കനൊക്കെ ആണല്ലേ? ഡെയിലി കഴിക്കാറുണ്ടോ? ഡെയിലി കഴിക്കൂ? മോളെ എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഹലോ ചേട്ടായി, എങ്ങനെയുണ്ട് ഫുഡൊക്കെ? കൊള്ളാവോ? ഇവിടെ വരാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് വന്ന് ആഹാരം കഴിക്കാറുണ്ടോ? എങ്ങനെയുണ്ട്? രസവടയും ദോശയും പപ്പടവും ചമ്മന്തിയൊക്കെ നന്നായിരുന്നു, അടിപൊളിയാണ്. സെറ്റ് റെഡിയായി. കുഞ്ഞമ്മോ അപ്പം ചിക്കൻ പൊരിക്കലാണ് കേട്ടോ. കടയുടെ ഉടമയാണ്, കട ഉടമ ചിക്കൻ പൊരിക്കുകയാണ്. ചിക്കൻ ഇപ്പം ഇട്ടതേ ഉള്ളൂ അല്ലേ? എങ്ങനെയാ ഒരു പ്ലേറ്റ് ചിക്കന് വില? 180 രൂപയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് പൊരിച്ച ഒരു പ്ലേറ്റ് ചിക്കന് വെറും 180 രൂപയേ ഉള്ളൂ. നമ്മളെ നല്ല ചായ അടിക്കുന്ന ഒരു മാസ്റ്ററാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ചായ ഒക്കെ അടിക്കും പുള്ളിക്കാരൻ.
ഇതാ ഓടിപ്പോവാണ്. ഉണ്ടാ രാജേഷിൻ്റെ അടിപൊളി ദോശകളൊക്കെ ഉണ്ടാ. ഇതാണ് നമ്മുടെ രാജേഷാണ്, നമ്മളെ കടയുടെ മുത്താണ്. ആ നമുക്ക് രണ്ടുപേരെ കൂടെ ഇനി പരിചയപ്പെടാം കേട്ടാ. ഇവർ രണ്ടുപേരും അനിയത്തിയും ചേട്ടത്തിയുമാണ്. രണ്ടുപേരും ഈ കടയുടെ നങ്കൂരമാണ് അല്ലേ അമ്മ? ശരിയാണ്. ചേട്ടാ കാപ്പി കുടിച്ചു കഴിഞ്ഞോ? എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? എവിടെയാ താമസം? എവിടെയാ? മാർത്താണ്ഡം. മാർത്താണ്ഡത്താണ്. മാർത്താണ്ഡത്തിൽ നിന്ന് പാറശാലയിൽ വന്ന് കാപ്പി കുടിച്ചിട്ട് പറയാണ് അടിപൊളിയാണെന്നാണ് പറയുന്നത്. ഓക്കെ എന്നാ. അപ്പം നമ്മുടെ ഈ കടയുടെ പേരുണ്ടല്ലോ, നമ്മളെ ഹരിച്ചേട്ടനാണ് ഈ കട നടത്തുന്നത്. അപ്പോൾ ചേച്ചിയുടെ പേര് പ്രിയ എന്നാണ്. അങ്ങനെ ഹരിപ്രിയ എന്ന് പറഞ്ഞിട്ടാണ് ഈ കടയുടെ പേര് കേട്ടോ. അല്ലേ ചേച്ചി? കറക്റ്റ് അല്ലേ? കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് ആഹാരം കഴിക്കണമെങ്കിൽ പാറശാലയിൽ വരണം കേട്ടോ. പാറശാല സ്കൂളിന് സമീപമാണ് വരേണ്ടത്. അപ്പോൾ ചിക്കനൊക്കെ ഏകദേശമൊക്കെ റെഡിയായി. ബീഫാണ്. ചിക്കൻ എടുക്കാറായോ? ആകാറായി. കൊള്ളാം. അപ്പോൾ നമുക്ക് ചിക്കൻ കോരാം കേട്ടോ. അപ്പോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഹലോ. അപ്പോൾ നമുക്ക് കട്ടൻ ചായ കുടിക്കാം. കാപ്പി നേരത്തെ കുടിച്ചായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ ശരിയാകത്തില്ല. ഇനി കുറച്ച് സമയം കൂടെ കഴിയണം. അപ്പോൾ നമ്മുടെ ഈ കടയ്ക്ക് പാറശാല സ്കൂളിൻ്റെ അടുത്ത് വരണം കേട്ടോ. പാറശാല സ്കൂളിൻ്റെ മതിലോടെ ചേർന്നിരിക്കുന്നതാണ്. നമ്മുടെ ഹരിയണ്ണൻ്റെ കടയാണ്. അപ്പോൾ ഇവിടെ വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ എല്ലാവരും ശ്രമിക്കേണ്ടതാണ്.